71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ആരംഭിച്ചു. 2023 ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ പുരസ്കാരം നൽകുന്നത്. എം.ആർ. രാധാകൃഷ്ണന് മികച്ച റീ റെക്കോർഡിംഗിനുള്ള പ്രത്യേക പരാമർശം ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ആണ് ചേരുന്നത്. ഹരി, മലയാളത്തിൽ നിന്ന് ഏതൊക്കെ സിനിമകൾ ആയിരുന്നു മാറ്റുരച്ചത്? ഇപ്പോൾ ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മികവിലെത്തിയിട്ടുള്ള മലയാള ചലച്ചിത്രങ്ങൾ പ്രധാനമായും ഏതൊക്കെയാണ്? അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരപ്രകാരം മികച്ച മലയാള ചിത്രമായിട്ട് ഉള്ളൊഴുക്ക് എന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ സിനിമ റിലീസ് സമയത്ത് മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്ന ചിത്രവും കൂടിയാണ്. പാർവതിയും ഉർവശിയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം, ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രം. പ്രധാനമായും ഈ കുടുംബ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ ആസ്പെക്ട് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എം.ആർ. രാധാകൃഷ്ണന് അനിമൽ എന്ന സിനിമയിലൂടെ മികച്ച റെക്കോർഡ്സ് എന്ന് പ്രത്യേക പരാമർശം ലഭിച്ചിരിക്കുകയാണ്. അനിമൽ എന്ന ചിത്രം അത്രമേൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ ബോക്സ് ഓഫീസിലും അല്ലാണ്ടും ഈ സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ്. അതിൽ എം.ആർ. രാധാകൃഷ്ണന്റെ വർക്കും പ്രത്യേകം ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ് ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് അവാർഡ് പ്രത്യേക പരാമർശം, ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച തെലുങ്ക് ചിത്രമായിട്ട് ഭഗവന്ത് കേസരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് ഷോക്കിംഗ് ആയിരിക്കാം, പ്രത്യേകിച്ച് തെലുഗു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഷോക്കിംഗ് ആയിരിക്കും. എന്തായാലും നന്ദമുരി ബാലകൃഷ്ണ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ഭഗവന്ത് കേസരി. 2023 സെൻസർ ചെയ്യപ്പെട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ 71ാമത് ദേശീയ പുരസ്കാര നിശയിൽ അവാർഡിനായി പരിഗണിക്കപ്പെടുന്നത്. അതിൽ മികച്ച തെലുങ്ക് ചിത്രമായിട്ട് ഭഗവന്ത് കേസരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മികച്ച തമിഴ് ചിത്രമായി പാർക്കിംഗ് എന്ന ചിത്രമാണ് വന്നിരിക്കുന്നത്. അത് ഹരീഷ് കല്യാണാണ് നായകനായി എത്തിയത്. അത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതൊരു വളരെ ഫണ്ണായി, വളരെ ഹ്യൂമർ മൂഡിലാണ് ആ സിനിമ സംസാരിക്കുന്നത്. ഭഗവന്ത് കേസരി ആവട്ടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെല്ലാം ആ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. മികച്ച ഗുജറാത്തി ചിത്രമായിട്ട് വാഷ് എന്ന സിനിമയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് കൃഷ്ണദേവ് യാഗ്നിക്കാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിഗ് ബോക്സ് സീരീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആ ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നോൺ ഫീച്ചർ വിഭാഗം പൂർത്തിയായിരുന്നു. എന്തായാലും ഉള്ളൊഴുക്കിന് അവാർഡ് ആണ് മികച്ച മലയാള ചിത്രത്തിന് നിലവിൽ. അത് മാത്രമാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലായി മികച്ച ചിത്രങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി മികച്ച നടൻ, അതിനുവേണ്ടി വിക്രന്ത് മാസി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. വിക്രന്ത് മാസിക്ക് അത്രമേ, പ്രത്യേകിച്ച് 12th ഫെയിൽ എന്ന സിനിമയിലൂടെ വിധു വിനോദ് ചോപ്ര വിക്രന്ത് മാസിയെ വേറൊരു തലത്തിലാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ വിക്രന്ത് മാസിയുടെ പ്രകടനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എവരും ഉറ്റുനോക്കുന്നത്. വിക്രന്ത് മാസി മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെന്ന് അന്ന് മുതൽ തന്നെ, ആ സിനിമ റിലീസ് ആവുന്നത് മുതൽ തന്നെ ഒരു മികച്ച നടനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മികച്ച നടിയായിട്ട് റാണി മുഖർജിയുടെ പേര് ആണ് വരുന്നത്, മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വേണം എടുത്ത് പറയാൻ. റാണി മുഖർജി വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റാണി മുഖർജിക്ക് മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെ, അത് ഗംഭീര സിനിമയും കൂടിയാണ്, ആ സിനിമയിലൂടെ പ്രകടനത്തിന് റാണി മുഖർജിക്ക് അവാർഡ് ലഭിക്കുകയാണെങ്കിൽ അത് റാണിയുടെ സിനിമാ കരിയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ നേട്ടം തന്നെയാകും, അതൊരു പുതിയ ചരിത്രം തന്നെയാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു രണ്ട് പുരസ്കാരങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ എടുത്ത് നോക്കുമ്പോഴേക്കും ഇവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാം ബഹാദൂർ ആണ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്. ആ സിനിമ സാം ബഹാദൂർ എന്ന ചിത്രം ആണ് മികച്ച മേക്കപ്പിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചിത്രമായിട്ട് പറയേണ്ടത്. അത് വിക്കി കൗശൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രവും കൂടിയാണ് സാം ബഹാദൂർ. സാം ബഹാദൂർ എന്ന ചിത്രത്തിനാണ് മികച്ച മേക്കപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച മ്യൂസിക് ഡയറക്ടർ ജി.വി. പ്രകാശ് കുമാറിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വാത്തി എന്ന ചിത്രത്തിലൂടെ ധനുഷ് നായകനായ ചിത്രമാണ്. വാത്തി എന്ന ചിത്രത്തിലൂടെ ജി.വി. പ്രകാശ് കുമാർ മികച്ച മ്യൂസിക് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അനിമൽ എന്ന ചിത്രത്തിന് വേണ്ടി ഹർഷവർദ്ധൻ രമേശ്വറാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ സിനിമയുടെ ബിജിഎം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കമേഴ്ഷ്യൽ രീതിയിൽ അനിമൽ എന്ന ചിത്രം വളരെയധികം സക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവാർഡ് നിശയിലും തിളങ്ങുകയാണ് അനിമൽ എന്നത് വേണം പറയാൻ. വാത്തി എന്ന സിനിമയിലാണ് മികച്ച ഗാനങ്ങൾ അത് ജി.വി. പ്രകാശ് കുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് കോറിയോഗ്രാഫി റോക്കി ഓർ റാണി ഹി പ്രേം കഹാനി എന്ന സിനിമയാണ്. രൺവീർ സിംഗും ആലിയ ഭട്ടും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ്. അതാണ് മികച്ച കോറിയോഗ്രാഫി. ആ ഗാനത്തിനാണ് മികച്ച കോറിയോഗ്രാഫി ഉള്ളത്. വൈഭവി മർച്ചൻ്റാണ് ആ സിനിമ, ആ ഗാനത്തിന് ഡാൻസ് കോറിയോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പുരസ്കാര നിശ്ചയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ 2018 മലയാള ചിത്രമായ 2018 മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. 2018 എന്ന ചിത്രം അത്രമേൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പ്രളയം ആസ്പദമാക്കി
ആസ്പദമാക്കിക്കൊണ്ട് 2018 കേരള ജനതയെ നടുക്കിയ ആ സിനിമയ്ക്ക് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെടുന്നു. മോഹൻദാസിന് ദേശീയ അവാർഡ് ലഭിക്കുന്നു 2018 എന്ന ചിത്രത്തിലൂടെ. അഭിലാഷ്, അതാണ് ഒരു മലയാളി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിലൂടെയാണ് അത് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു മലയാളി നേട്ടം വന്നിരിക്കുന്നു. അത് മോഹൻദാസിന് ലഭിച്ചിരിക്കുന്നു. 2018 എന്ന സിനിമയിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച സൗണ്ട് ഡിസൈനായിട്ട് അനിമൽ എന്ന ചിത്രത്തിൽ തന്നെയാണ് എം.ആർ. രാധാകൃഷ്ണന്റെ മികച്ച റീ റെക്കോർഡിസ്റ്റിന്റെ ഒരു പ്രത്യേക പരാമർശം ലഭിച്ചിരുന്നത്. എന്തായാലും സച്ചിൻ സുധാകർ, ഹരിഹരൻ മുരളീധരൻ എന്നിവരാണ് സൗണ്ട് ഡിസൈനേഴ്സ് അനിമൽ എന്ന ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച തിരക്കഥ സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനലിന് തെലുഗു ചിത്രമായ ബേബിക്കും രണ്ടാമത് പാർക്കിംഗ് എന്ന ചിത്രത്തിനുമാണ് മികച്ച സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ട് കിട്ടുന്നത്. പാർക്കിംഗ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് രാംകുമാർ ബാലകൃഷ്ണനാണ്, അദ്ദേഹത്തിനാണ് അവാർഡ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ബേബി എന്ന ചിത്രത്തിന്റെ സ്ക്രീൻ പ്ലേ റൈറ്റർ സായി രാജേഷ് നീലമാണ്. അദ്ദേഹത്തിനും രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുകയാണ് മികച്ച സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനൽ. ഡയലോഗ് റൈറ്റർ സിർഫ് എക് ബന്ദ കാഫി ഹേ എന്ന് പറയുന്ന ഹിന്ദി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ദീപക് കിങ്റാണിയാണ് ആ സിനിമയുടെ ഡയലോഗ്സ് സംഭാഷണം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മലയാളിക്ക് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, മോഹൻദാസിന് ഒരു പുരസ്കാരം ലഭിക്കുന്നു മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് 2018 എന്ന സിനിമയിലൂടെ. തീർച്ചയായും മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരവും മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മിഥുൻ മുരളിയാണ് ചിത്രം പൂക്കാലം എന്ന ചിത്രത്തിലൂടെ തന്നെയാണ് അഭിലാഷ്, അത് തന്നെയാണ് മറ്റൊരു മലയാളി നേട്ടവും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. മികച്ച എഡിറ്റർ ആകുന്നു മിഥുൻ മുരളി. ആ സിനിമ, പ്രത്യേകിച്ച് പൂക്കാലം എന്ന ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രം, അത് അത്രമേൽ പ്രേക്ഷകരെ വൈകാരികമായി കണക്ട് ചെയ്ത ചിത്രവും കൂടിയാണ്. ആ സിനിമ എന്തായാലും കണക്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളത് വരുന്നു. മിഥുൻ മുരളിക്ക് അവാർഡ് ലഭിക്കുന്നു. രണ്ടാമത് ഒരു മലയാളി നേട്ടം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നത് പറയേണ്ടി വരും. മിഥുൻ മുരളിക്ക് മികച്ച എഡിറ്റർ അവാർഡ് ലഭിക്കുന്നു. നമ്മൾ മറ്റു അവാർഡിലേക്ക് മികച്ച സിനിമാറ്റോഗ്രഫി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് നേടിയിരിക്കുന്നത്. പ്രശാന്ത് മുഹമ്മദ്രയാണ് അതിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് മികച്ച സിനിമാറ്റോഗ്രഫി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും അഭിലാഷ്, 2 മലയാളി നേട്ടങ്ങൾ നിലവിൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടി വരും. ഒന്ന് മിഥുൻ മുരളി നേടുന്നു, മറ്റൊന്ന് മോഹൻദാസ് നേടുന്നു. മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആകുമ്പോൾ 2018 എന്ന സിനിമയിലൂടെ നേടുമ്പോൾ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്ററായിട്ട് മാറുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ 2 പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. മികച്ച മെയിൽ പ്ലേബാക്ക് സിംഗറായിട്ട് ബേബി എന്ന ചിത്രത്തിലൂടെ PVNS രോഹിത്തിന് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അതൊരു തെലുഗു ചിത്രമാണ്. ബേബിക്കായിരുന്നു മികച്ച ഒറിജിനൽ സ്ക്രീൻ പ്ലേക്ക് ഉള്ള അവാർഡും കൂടി ലഭിച്ചിരുന്നത്. അങ്ങനെ ബേബി എന്ന ചിത്രം തെലുഗു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2 അവാർഡുകൾ നേടിക്കൊടുക്കുന്നു. മികച്ച ഫീമെയിൽ പ്ലേബാക്ക് സിംഗറായിട്ട് ശില്പ റാവുവിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ചലിയ എന്ന ഗാനമാണ് ജവാൻ എന്ന ചിത്രത്തിൽ, ഷാറൂഖ് ഖാന്റെ ജവാൻ എന്ന ചിത്രത്തിലെ ചലിയ എന്ന ഗാനത്തിനായി ശില്പ റാവുവിന് മികച്ച ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ അവാർഡ് ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ എടുത്തു പറയേണ്ടത് മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ അവാർഡ് പ്രഖ്യാപനം നടക്കുകയാണ്. പക്ഷേ അഭിലാഷ്, മലയാളിക്ക് 2 പുരസ്കാരം, മികച്ച മലയാള ചിത്രമായിട്ട് ഉള്ളൊഴുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങേയറ്റം ഡിസേർവിംഗ് ആണെന്നുള്ളത് പറയേണ്ടി വരും. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് പ്രധാനമായും മികച്ച മലയാള ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള അവാർഡ് ഉള്ളൊഴുക്ക് നേടുമ്പോൾ 2 നേട്ടങ്ങൾ മോഹൻദാസിനും മിഥുൻ മുരളിക്കും ഇരുവർക്കുമായിട്ട് അവാർഡുകൾ ലഭിക്കുന്നു. അതും 2018 എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി. കാരണം ആ സിനിമ എങ്ങനെയാണ് പുൾ ഓഫ് ചെയ്തതെന്ന് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏവരും ഉറ്റുനോക്കിയിരുന്ന കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രളയം സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ആ സിനിമയിൽ നിങ്ങൾ ഇത്രയധികം അങ്ങനെ ഒരു 2018 ഉണ്ടായ പ്രളയം, കേരളത്തെ പിടിച്ചുലുക്കിയ ആ പ്രളയം എങ്ങനെയാണ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തതെന്ന് ബോളിവുഡിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ പോലും സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസാണ്, ഞങ്ങൾ പുറത്തു പറയില്ല എന്നുള്ളതാണ് സംവിധായകൻ അന്നും ഇന്നും പറയുന്ന വാക്കുകൾ. അതിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി ഏറ്റവും അർഹിച്ച കൈകളിലേക്ക്, മോഹൻദാസിന്റെ കൈകളിലേക്ക് തന്നെ 2018 എന്ന സിനിമയിലൂടെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. ആ സിനിമ മോൾഡ് ചെയ്തെടുക്കാൻ പെടുന്ന പാട്. കാരണം എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രളയം സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ആ സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ ഉണ്ടായിരുന്ന ചോദ്യം, അത് പിന്നീട് സിനിമയായി കണ്ടപ്പോൾ പ്രേക്ഷകർ തിയേറ്ററുകളിൽ കണ്ടത് അവരുടെ സ്വന്തം ജീവിതം തന്നെയായിരുന്നു. അതാണ് മോഹൻദാസിന് അവാർഡായിട്ട് നേടിക്കൊടുക്കുന്നത് എന്നതും കൂടി പറയേണ്ടി വരും. പൂക്കാലം എന്ന സിനിമയിൽ മികച്ച എഡിറ്ററായിട്ട് തന്നെ മിഥുൻ മുരളിക്ക് നേടുമ്പോഴേക്കും അതും അർഹിച്ച കൈകളിലേക്ക് തന്നെ പോകുന്നു എന്നതും കൂടി സൂചിപ്പിക്കേണ്ടതാണ് അഭിലാഷ്. പക്ഷേ നിലവിൽ 2 അവാർഡുകളാണ് മലയാളി നേട്ടങ്ങളായിട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം, മികച്ച തെലുഗു ചിത്രമായിട്ട് ഭഗവന്ത് കേസരി എന്ന സിനിമയ്ക്കാണ് നേടുന്നത്. നന്ദപുരി ബാലകൃഷ്ണനാണ് അതിൽ പ്രധാന വേഷത്തിലെത്തിയത്. അനിൽ രവിപുടിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. മികച്ച തമിഴ് ചിത്രമായിട്ട് പാർക്കിംഗ് എന്ന സിനിമയും എത്തി. ഹരീഷ് കല്യാണാണ് ആ സിനിമയിൽ നായകനായി എത്തുന്നത്. ഇതാണ്
for delivering a spine-chilling performance, unleashing a terrifying transformation with a ഉർവശിക്ക് മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് അവാർഡ് ലഭിക്കുന്നു. അഭിലാഷ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ ഉർവശി വീണ്ടും ദേശീയ പുരസ്കാരം കൈവരിക്കുകയാണ്. ഉർവശി ഷെയർ ചെയ്യാണ് ആ അവാർഡ്. ഗുജറാത്തി ചിത്രമായ വാഷിൽ ജാൻകി ബോദിവാലയുടെ ഒപ്പം ഉർവശി ഷെയർ ചെയ്യാണ് ആ അവാർഡ്. പക്ഷേ ഉർവശി നേടിയെടുക്കുന്നു മറ്റൊരു ദേശീയ പുരസ്കാരം. മലയാളത്തിന്റെ അഭിമാന താരമായി ഉർവശി വീണ്ടും മാറുന്നു. ഉർവശിക്ക് മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനായി ഒരു അവാർഡ് വീണ്ടും ദേശീയ പുരസ്കാര തിളക്കത്തിൽ നേടുന്നു ഉർവശി എന്നുള്ളത് പറയേണ്ടി വരും. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ദേശീയ പുരസ്കാരങ്ങൾ അതേ അളവിലുണ്ടായിരുന്നു. ഉർവശി ഇപ്പോൾ അവരെയും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വിജയരാഘവനും ലഭിക്കുന്നു ഒരു ദേശീയ പുരസ്കാരം. പൂക്കാലം എന്ന സിനിമയിലൂടെ തന്നെ, പൂക്കാലം എന്ന ചിത്രത്തിൽ 90 വയസ്സായ ഒരു വയോധികൻ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ വിജയരാഘവനും പുൾ ഓഫ് ചെയ്യുന്നു. അങ്ങനെ 2 പുരസ്കാരങ്ങൾ കൂടി മലയാളികളെ തേടിയെത്തുന്നു. ഒന്ന് ഉർവശിക്കും ഒന്ന് വിജയരാഘവനും കൂടി നേടുന്നു. ഉർവശിക്ക് ഉള്ളൊഴുക്കുന്ന ചിത്രത്തിലൂടെ ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ മാത്രമല്ല, അത് പിന്നീട് OTT-യിലും കൂടെ വന്നതിന് ശേഷം ഇന്ത്യൻ പ്രേക്ഷകർ ഒട്ടാകെ തന്നെ ഉർവശിയുടെ അഭിനയത്തെ വാഴ്ത്തിപ്പാടുന്നു. ഇപ്പോൾ ദേശീയ പുരസ്കാരവും നേടുന്നു ഉർവശി. മികച്ച സഹനടിയായി ഉർവശി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒപ്പം വിജയരാഘവനെ തേടിയും പുരസ്കാരം എത്തുന്നു. ഉർവശിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചുവരവ് മലയാള സിനിമയിൽ നടത്തിയ ഉർവശി ഇപ്പോൾ ദേശീയ പുരസ്കാര നിറവിലേക്ക് എത്തുന്നു എന്നത് തീർച്ചയായും അങ്ങേയറ്റം അഭിമാനകരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ പാർവതിയാണോ അതെയോ ഉർവശിയാണോ മികച്ച അഭിനയം പുലർത്തിയത് എന്ന് അത് കണ്ട പ്രേക്ഷകരൊന്നടങ്കം സംശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ 2 വനിതകൾ മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക്. ആ ചിത്രത്തിനിതാ ഏറ്റവും മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രവുമല്ല, അതിലെ മികച്ച നടിയെ റാണി മുഖർജി തെരഞ്ഞെടുക്കപ്പെടുന്നു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റാണി മുഖർജി ബഹുദൂരം മുന്നിലായിരുന്നു. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനായി റാണി മുഖർജി അങ്ങനെ തന്റെ കരിയറിലെ ആദ്യത്തെ ദേശീയ പുരസ്കാരം നേടുകയാണ്. മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു റാണി മുഖർജി. മികച്ച നടൻ ഷെയറിംഗ് ആവുകയാണ്. ഷാറൂഖ് ഖാൻ മികച്ച നടനാകുന്നു ജവാൻ എന്ന ചിത്രത്തിലൂടെ. അതോടൊപ്പം 12th ഫെയിലിൽ വിക്രാന്ത് മാസിയും തെരഞ്ഞെടുക്കപ്പെടുന്നു മികച്ച നടനായി. വിക്രാന്ത് മാസി മികച്ച നടനാകുമെന്ന് കരുതിയിരുന്നു, പക്ഷേ ഷാറൂഖ് ഖാൻ ജവാനിലൂടെ മികച്ച നടനാകുമെന്ന് ഒരു തരത്തിലും കരുതിയിരുന്നതല്ല. അതൊരു സർപ്രൈസ് ആകുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. വിക്രാന്ത് മാസി ഷെയർ ചെയ്യുകയാണ് ആ അവാർഡ്. പ്രധാനമായും 12th ഫെയിൽ എന്ന സിനിമയ്ക്ക് വിക്രാന്ത് മാസിക്ക് മികച്ച നടൻ എന്ന പുരസ്കാരം നേടുമെന്നുള്ളത് ആദ്യം മുതൽ തന്നെ, പ്രത്യേകിച്ച് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വിക്രാന്ത് മാസിക്ക് എല്ലാ വിധത്തിലും വിക്രാന്ത് മാസി തന്നെ നേടുമെന്നുള്ളതും പറഞ്ഞിരുന്നു. പക്ഷേ കൂടെ ഷാറൂഖ് ഖാനും ഉണ്ട്. മികച്ച നടനായി ഷാറൂഖ് ഖാനും തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് ഖാൻ മികച്ച നടനാകുന്നു. അതോടൊപ്പം മികച്ച ഡയറക്ഷൻസ് സുദീപ് തോസൻ നേടിയെടുക്കുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ. സുദീപ് തോസനാണ് മികച്ച ഡയറക്ടർ ആകുന്നത്. അങ്ങേയറ്റം വിമർശനങ്ങളേറ്റ കേരള സ്റ്റോറി എന്ന സിനിമ മികച്ച ഡയറക്ഷൻ വിഭാഗത്തിൽ അവാർഡ് ലഭിക്കുന്നു. സുദീപ് തോസൻ മികച്ച ചിത്രമായിട്ട് ഹനുമാൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ പ്രധാനമായും മികച്ച നടിയായി റാണി മുഖർജി വരുന്നു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ മികച്ച നടനായി 2 പേർ ഷെയർ ചെയ്യുന്നു. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും. ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസി 12th ഫെയിലിലും. മികച്ച ഡയറക്ടറായി സുദീപ് തോസൻ കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ വരുന്നു. മികച്ച ചിത്രമായി ഹനുമാനും തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളിൽ സൂചിപ്പിക്കാനുള്ളത് അഭിലാഷ്. അതോടൊപ്പം തന്നെ മലയാളികൾക്ക് നേട്ടമായി മാറുന്നത് മികച്ച സഹനടനും മികച്ച സഹനടി തന്നെയാണ്. ബെസ്റ്റ് ഫിലിം ഇൻ ആനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ആണ് ഹനുമാൻ എന്ന ചിത്രത്തിൽ നേടുന്നത്. തെലുഗു ചിത്രമാണ്, പ്രശാന്ത് വർമ്മയുടെ സിനിമയാണ്. ആ സിനിമ റിലീസ് സമയത്ത് തന്നെ വളരെയധികം ചർച്ചാ വിഷയമായിരുന്ന സിനിമയും കൂടിയാണ് ഹനുമാൻ. അങ്ങനെ ആ ചിത്രം തന്നെയാണ് മികച്ച സിനിമ ആനിമേഷൻ വിഷ്വൽ എഫക്ട്സ് വിഭാഗത്തിൽ വരുന്നത്. മികച്ച വിഷ്വൽ എഫക്ട്സ് തന്നെയാണെന്ന് പ്രേക്ഷകരും ആ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായപ്പെട്ടിരുന്നു. അതിന് തക്കതായ അവാർഡ് കിട്ടുന്നു. നാൾ 2 എന്ന ചിത്രം മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് നാൾ 2 തെരഞ്ഞെടുക്കപ്പെടുന്നു. സുധാകർ റെഡ്ഡി യാക്കന്തി സിനിമ സംവിധാനം ചെയ്യുന്നു. സി എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. നാൾ 2 മറാത്തി ചിത്രമാണ് മികച്ച കുട്ടികളുടെ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ മലയാളികൾക്കും ഇത്തവണ പുരസ്കാര തിളക്കമായി മാറുന്നു. അതിൽ സൂചിപ്പിക്കേണ്ടത് 4 പേരുകൾ തന്നെയാണ് നിലവിലും എടുത്തു പറയേണ്ടത്. അഭിലാഷ്, മോഹൻദാസ്, മിഥുൻ മുരളി, ഉർവശി, വിജയരാഘവൻ, ഈ 4 പേരുകൾ മലയാളി പുരസ്കാര തിളക്കം ദേശീയ പുരസ്കാരത്തിലേക്ക് വരുന്നു. ഉർവശിക്ക് വീണ്ടും നാഷണൽ അവാർഡ് കിട്ടുന്നു. ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റ് വാല്യൂസ് സാം ബഹാദൂർ എന്ന ചിത്രം നേടിയെടുക്കുകയാണ്. ഹിന്ദി ചിത്രമാണ്. സാം ബഹാദൂറിന് വീണ്ടും ഒരു അവാർഡ് കിട്ടുന്നു. മികച്ച
മികച്ച ഫീച്ചർ ഫിലിം അവാർഡ് സാം ബഹാദൂർ, പ്രത്യേകിച്ച് നാഷണൽ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ വാല്യൂസ് എന്ന സിനിമയ്ക്ക് ഈ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമ ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് സാം ബഹാദൂർ നേടിയെടുക്കുന്നു. മേഘ്ന ഗുൽസർ ആണ് ചിത്രം സംവിധാനം ചെയ്തത്. യൂണിലേസർ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത്. മികച്ച പോപ്പുലർ ചിത്രമായി റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന സിനിമ വരുന്നു. കാരണം അത് തന്നെയായിരുന്നു ഏറ്റവും പോപ്പുലർ സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. 2023 അത്രമേൽ ആ സിനിമ സംസാരിക്കപ്പെട്ടിരുന്നു. ബോക്സ് ഓഫീസിലും വലിയ തിളക്കമായിരുന്നു ചിത്രം. പോപ്പുലർ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും യോഗ്യത റോക്കി ഓർ റാണി കി പ്രേം കഹാനിക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. അവാർഡിന്റെ ഓട്ടത്തിൽ പ്രത്യേകിച്ച് മുന്നിൽ നിന്ന സിനിമയും കൂടിയാണ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി. രൺവീർ സിംഗും ആലിയ ഭട്ടും പ്രധാന വേഷത്തിലെത്തിയ കരൺ ജോഹറിന്റെ സംവിധാനത്തിൽ കരൺ ജോഹർ തന്നെ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം, ആ ചിത്രം തന്നെ മികച്ച പോപ്പുലർ സിനിമയായിട്ട് മാറുന്നു. പ്രൊവൈഡിംഗ് ഹോൾസം എന്റർടൈൻമെന്റ്, മികച്ച എന്റർടൈൻമെന്റ് സിനിമയായിട്ട് തന്നെ മാറുകയാണ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി. രൺവീർ സിംഗ് നായകനാകുന്നു. കരൺ ജോഹർ തന്നെ സംവിധാനം ചെയ്ത് നിർമ്മിക്കുകയും ചെയ്ത ചിത്രം. ആലിയ ഭട്ട് പ്രധാന വേഷത്തിൽ നായികയെത്തിയ ചിത്രം. ബെസ്റ്റ് ഡെബ്യൂ ഫിലിം ഫോർ ഡയറക്ടർ ആത്മ പാംഫ്ലെറ്റ് എന്ന മറാത്തി ചിത്രം നേടിയെടുക്കുന്നു. ആശിഷ് ബെന്ദെ സിനിമ സംവിധാനം ചെയ്യുന്നു. പക്ഷേ അഭിലാഷ്, ഏറ്റവും പറയേണ്ട കാര്യം, ഉർവശി വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം തിരികെ മലയാള സിനിമയിലേക്ക് എത്തിയ ഉർവശി നേടിയെടുക്കുന്നത് ദേശീയ പുരസ്കാരമാണ്. മികച്ച സഹനടി എന്ന പുരസ്കാരം നേടിയെടുക്കുകയാണ് ഉർവശി. അതായത് മലയാള സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തപ്പോൾ പോലും പ്രേക്ഷകർ ആവശ്യപ്പെട്ട് വീണ്ടും മലയാള സിനിമയിലേക്ക് തിരികെ എത്തിച്ച ഉർവശി നേടിയെടുക്കുന്നത് ദേശീയ പുരസ്കാരമാണ് അഭിലാഷ്. അതോടൊപ്പം തന്നെ വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിൽ ചെയ്ത ആ വേഷത്തിനും മറ്റ് കരങ്ങളിലേക്ക് ആ മികച്ച സഹനടൻ എന്ന തീർച്ചയായും അങ്ങനെ മലയാളി തിളക്കം ഒരിക്കൽ കൂടി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരിക്കൽ കൂടി അതിന്റെ നെറുകയിലേക്ക് മലയാളം എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഉർവശിയുടെ അഭിനയ മികവിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം പങ്കിടുമ്പോൾ ഉർവശി വലിയൊരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും തിരികെ എത്തിയാണ് ഈ ദേശീയ പുരസ്കാരം കൈയെത്തിപ്പിടിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം മികച്ച സഹനടനായി തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയരാഘവൻ, ഒരുപക്ഷെ തൻ്റെ കരിയറിൽ അധികമൊന്നും പുരസ്കാര നേട്ടങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത എന്നാൽ മികവുറ്റ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള വിജയരാഘവന്റെ അടയാളപ്പെടുത്തിയ ക്യാരക്ടർ എന്ന് തന്നെ പറയാം പൂക്കാലത്തിലെ വൃദ്ധവേഷം എന്നുള്ളത്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരമായി മാറുന്നു എന്നത് തന്നെയാണ്. ഒപ്പം 2018 മലയാളികളേറെ ചർച്ച ചെയ്ത കേരളത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ പ്രളയത്തിൻ്റെ റീമേക്കിംഗ് എന്ന് തന്നെ പറയാവുന്ന ചിത്രം, അത് എങ്ങനെയാണ് ഇത്രമേൽ ചിത്രം പെർഫെക്ഷനോടുകൂടി അവതരിപ്പിക്കാൻ സാധിച്ചത് എന്നത് സാധാരണക്കാരായ പ്രേക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയ ചിത്രമായിരുന്നു. അങ്ങനെ 2018 പൂക്കാലം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ദേശീയ പുരസ്കാര നിറവിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഹരി, തീർച്ചയായും ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മലയാളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണല്ലോ. അച്ഛൻ്റെ അമ്മ എന്ന സിനിമയിൽ മികച്ച സഹനടിയായിട്ട് തന്നെ വന്നതാണ്. വീണ്ടും ദേശീയ പുരസ്കാരം നേടുന്നതും ഒരു സഹനടിക്ക് തന്നെയാണ്. ഉള്ളൊഴുക്കുന്ന ചിത്രത്തിലൂടെ ഉർവശി നേടിയെടുക്കുമ്പോൾ പക്ഷേ അഭിലാഷ്, ഉർവശിയുടെ സിനിമ കരിയർ തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മലയാളത്തിൽ ഇതുപോലൊരു നടിയുണ്ടോ എന്ന ചോദ്യം. പക്ഷേ അതിനുശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നു. വീണ്ടും ഒരു വരവ് അറിയിക്കുകയായിരുന്നു ഉർവശി. അതും ശക്തമായ രീതിയിൽ തന്നെ ഉർവശി നേട്ടം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദേശീയ പുരസ്കാരത്തിൽ വരെ എത്തി നിൽക്കുന്നു ഉർവശിയുടെ നേട്ടം. വിജയരാഘവൻ ആയിക്കോട്ടെ, പലപ്പോഴായി പല കഥാപാത്രങ്ങൾക്കും ഇതുപോലെ അവാർഡ് കയ്യെത്തും ദൂരത്ത് എത്തിയെടുത്ത് നിന്നുകൊണ്ടാണ് 2023 പൂക്കാലം എന്ന സിനിമയിലൂടെ വിജയരാഘവൻ ഇപ്പോൾ ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അർഹമായ കൈകളിൽ അഭിലാഷ്, അല്ലാതെ വേറൊന്നും പറയാനില്ല. അർഹമായ കൈകളിലേക്ക് തന്നെ ഈ പുരസ്കാരം എത്തി നിൽക്കുന്നു എന്നത് പറയേണ്ടി വരും. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞെട്ടിച്ചത് മികച്ച നടന് ഷാറൂഖ് ഖാനും കൂടി ജോയിൻ ചെയ്തതാണ്. കാരണം ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകളിൽ പോലും ഷാറൂഖ് ഖാൻ ഈ മത്സരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അറിയില്ല. കാരണം ജവാൻ എന്നൊരു സിനിമ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അത് ഒരു എന്റർടൈൻമെന്റ് സിനിമ, പക്ഷേ ഷാറൂഖ് ഖാൻ മികച്ച നടൻ എന്ന നേട്ടത്തിലേക്ക് ഒരുപക്ഷെ ഷാറൂഖ് ഖാൻ ആരാധകർ പോലും ചിന്തിച്ച് കാണില്ല എന്നുള്ളത് പറയേണ്ടി വരും. വിക്രാന്ത് മാസിയോടൊപ്പം ഷെയർ ചെയ്യുന്നു ഷാറൂഖ് ഖാൻ. അതോടൊപ്പം തന്നെ റാണി മുഖർജിക്ക് തന്റെ ഏകദേശം 25 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തന്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായ ഒരു ദേശീയ പുരസ്കാരം എത്തി നിൽക്കുന്നു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന അതിഗംഭീര സിനിമയിലൂടെ അതിഗംഭീര പ്രകടനത്തിലൂടെ എത്തുന്ന കൈകളിലേക്ക് അർഹിച്ച കൈകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. പക്ഷേ മികച്ച സംവിധായകനായി സുദീപ്തോ സെൻ തിരഞ്ഞെടുക്കപ്പെടുന്നു. ദ കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ ഏറ്റവും അതാണ് പറയേണ്ടത്. മികച്ച
ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് 12th ഫെയിൽ എന്ന സിനിമയാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉൾപ്പെടെ 12th ഫെയിൽ എന്ന സിനിമ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഉണ്ടാക്കിയൊരു മോട്ടിവേഷൻ. വിനോദ് ചോപ്രയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ സിനിമ റിലീസായതിനു ശേഷം ഇന്ത്യ ഒട്ടാകെ ആ സിനിമ ഉണ്ടാക്കിയെടുത്ത തരംഗം അത് തന്നെ മികച്ച ചിത്രമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു. അതിനും യാതൊരുവിധ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലോ മറ്റൊരു പേരുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മലയാളി നേട്ടങ്ങൾ അഭിലാഷ് അത് തന്നെയാണ് പറയേണ്ടി വരുന്നത്. എം ആർ രാധാകൃഷ്ണൻ മികച്ച റീ റെക്കോർഡ്സ് എന്ന പ്രത്യേക പരാമർശം ആനിമൽ എന്ന ഹിന്ദി ചിത്രത്തിലൂടെ നേടിയെടുക്കുന്നു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെടുന്നു 2018 എന്ന സിനിമയിലൂടെ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സിനിമ എങ്ങനെയാണ് സംഭവിച്ചത്, കാരണം ആ സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ ഇതെങ്ങനെയാണ് നിങ്ങളൊരു പ്രളയം സൃഷ്ടിക്കാൻ പോകുന്നത്, അങ്ങേയറ്റം കേരള മനസാക്ഷി അവരുടെ മുന്നിൽ കണ്ട ജീവിതം നിങ്ങൾ തിരശ്ശീലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനോട് നീതി പുലർത്തിയില്ലെങ്കിൽ സിനിമ തന്നെ പരാജയമാകും എന്നുള്ള വലിയ വെല്ലുവിളിയിൽ നിന്നാണ് ആ സിനിമ വരുന്നത്. അതും വലിയ സ്റ്റാർ കാസ്റ്റോട് മലയാളത്തിൽ തന്നെ ടൊവിനോയും കുഞ്ചാക്കോ ബോബനും ആസിഫ് അലി തുടങ്ങി വൻ താരനിര അണിനിരുന്ന ചിത്രം. അതിനകത്ത് എങ്ങനെ ആ പ്രളയം തിയേറ്ററിൽ നിന്ന് കണ്ടവർക്കറിയാം. ആ ശബ്ദത്തിലൂടെയും ആ പ്രളയം തീർച്ചയായും ആ തിയേറ്ററിൽ അനുഭവപ്പെടുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും 100% മാർക്ക് വരേണ്ടത് ആ പ്രൊഡക്ഷൻ ഡിസൈനിങ് തന്നെയാണ്. അതെങ്ങനെ ആ പ്രൊഡക്ഷൻ ഡിസൈൻ അതെങ്ങനെ ചെയ്തെടുത്തു, അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് ആ സിനിമ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല, ഇന്നും മറുപടിയില്ല എന്നുള്ളതാണ് പറയേണ്ടി വരും. പക്ഷേ പലതരത്തിലും ആ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനിങ് എങ്ങനെ വേണം എന്നുള്ള ചർച്ചകളിൽ നിന്നുകൊണ്ട് ഒടുവിലെത്തിയ ഒരു തീരുമാനത്തിലാണെന്ന് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് പറയുമ്പോൾ അത് കൃത്യമായി മോഹൻദാസിന്റെ കൈകളിലേക്ക് എത്തുന്നു. മിഥുൻ മുരളി മികച്ച എഡിറ്റർ ആകുന്നു. പൂക്കാലം എന്ന സിനിമയിലൂടെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു സിനിമ, കുടുംബ ബന്ധങ്ങളുടെ ശക്തി പറയുന്ന സിനിമ, ഒരു തരത്തിലും ലാഗ് അടിപ്പിക്കാതെ മുഷിപ്പ് തോന്നിക്കാതെ പ്രേക്ഷകരിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ഹൃദയത്തിലേക്ക് കൊണ്ടെത്തിച്ച സിനിമയും കൂടിയാണ് പൂക്കാലം. അത് റിലീസ് ചെയ്ത സമയത്ത് തന്നെ വലിയ രീതിയിൽ ആ സിനിമ പ്രേക്ഷകർ ഇടനെഞ്ചിൽ സ്വീകരിക്കുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട ഒരു കയ്യടി എന്ന് പറയേണ്ടത് അതിൻ്റെ എഡിറ്റിംഗ് വിഭാഗത്തിൽ തന്നെയാണ്. അതിൽ മിഥുൻ മുരളിക്ക് നേടുന്നു. ഉർവശിക്ക് വീണ്ടും ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതും മികച്ച സഹനടിക്ക് തന്നെയായിട്ട് ആണ് ലഭിക്കുന്നത് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ച് 2007 ആ പുരസ്കാരം ഉർവശിക്ക് കിട്ടുന്നത്. അച്യുനം എന്ന സിനിമയിലൂടെ വീണ്ടും ലഭിക്കുന്നു. 6 സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഉർവശിക്ക് വീണ്ടും ഒരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. അതും സിനിമകളിൽ നിന്നും പെട്ടെന്നായിരുന്നു ഉർവശി പിന്നീട് മാഞ്ഞത്. പിന്നെ വീണ്ടും അതിശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് തിരികെ എത്തി. ഉള്ളൊഴുക്കുന്ന ക്രിസ്റ്റോ ടോമിയുടെ സിനിമ പാർവതിയും ഉർവശിയും രണ്ടുപേരും ജീവിക്കുകയായിരുന്നു സത്യം പറഞ്ഞ അഭിലാഷ്. ആ സിനിമ നമുക്ക് ഇന്നും ആ സിനിമ മുഴുവനായിട്ട് കണ്ടു തീർക്കുമ്പോൾ നമുക്ക് ചില സിനിമകൾ വീണ്ടും ഒന്ന് റീവാച്ച് ചെയ്യണമെന്ന് തോന്നത്തില്ല. അത് ആ സിനിമ മോശമായതുകൊണ്ടല്ല, ആ സിനിമ അത്രമേൽ ഇമോഷണലി ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഉള്ളൊഴുക്കുന്ന സിനിമ. ആ സിനിമയിൽ ഉർവശി അവതരിപ്പിച്ച കഥാപാത്രം അത് അത്രമേൽ പ്രേക്ഷകരും ഇടനെഞ്ചിൽ സ്വീകരിക്കുകയും ചെയ്തു. അതിന് ഉർവശിക്ക് തന്നെ അവാർഡ് ലഭിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ആ സിനിമ തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ചവർക്ക് അല്ലെങ്കിൽ സിനിമ വീണ്ടും OTT-യിലൂടെ കണ്ടവർക്കൊക്കെ തന്നെ ആ സിനിമ അത്രമേൽ തന്നെ അവരുടെ നെഞ്ചിൽ കൊണ്ടതാണ്. ഉർവശിയുടെ കഥാപാത്രം അത്രമേൽ തന്നെ അവരെ സ്പർശിച്ചതാണ്. അത് തന്നെയാണ് വീണ്ടും ഉർവശിക്ക് ദേശീയ പുരസ്കാരത്തിലൂടെ നേടിയെടുക്കുന്നത്. ലീലാമ്മ എന്ന കഥാപാത്രം ഉർവശിയോളം അനശ്വരമാക്കാൻ ആർക്കും സാധിക്കില്ല എന്നത് വെറും വാക്കല്ല, അത് അത്രമേൽ ആ ക്യാരക്ടർ അത്രമാത്രം ഉണ്ട്, അത്രയും മാത്രം ഡെപ്ത് ഉണ്ട് ആ കഥാപാത്രം. തൻ്റെ വയ്യാത്ത മകൻ തൻ്റെ മകന് ഒരു ജീവിതം ഏൽപ്പിച്ചതിന് ശേഷം തൻ്റെ മകൻ്റെ ഭാര്യ വേറൊരു ജീവിതം ജീവിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ട്രോമ, തൻ്റെ മകൻ അനുഭവിക്കുന്ന പ്രതിസന്ധി, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരു വശങ്ങളിലായി നിൽക്കുമ്പോൾ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ലീലാമ്മ, അങ്ങനെ ആ കഥാപാത്രം പോകുന്ന ഒരു വലിയ സഞ്ചാരമുണ്ട്. ആ കഥാപാത്രം അത്രമേൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കഥാപാത്രം തന്നെയാണ്. പക്ഷേ ഉർവശി വീണ്ടും അഭിമുഖങ്ങളിൽ പറഞ്ഞത് താൻ സാധാരണ ചെയ്യുന്ന സിനിമകൾ പോലെ തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ്. അതാണ് ആ നടിയുടെ പെർഫെക്ഷൻ ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ മലയാളത്തിൽ ഉർവശിയോളം വേറെ ആരുണ്ടെന്ന ചോദ്യം എപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ളതാണ്. അത് വീണ്ടും തെളിയിക്കുകയാണ് അഭിലാഷ്. ഈ ഒരു ദേശീയ പുരസ്കാരം 71ാമത് ദേശീയ പുരസ്കാരം ഉർവശിയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ വിജയരാഘവൻ ഇതുപോലെ തന്നെ പലപ്പോഴായിട്ട് തനിക്ക് ഇപ്പോഴാണ് ഈ ഒരു കരിയറിന്റെ ഫേസിലാണ് തനിക്ക് ഒരു പറ്റം മികച്ച കഥാപാത്രങ്ങൾ കിട്ടുന്നതെന്ന് വിജയരാഘവൻ തന്നെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. അല്ലെങ്കിൽ പലപ്പോഴായി ഒരു വില്ലൻ കഥാപാത്രമൊക്കെ കിട്ടിക്കൊണ്ട് 2-3 സീനുകളിലായിട്ട് ചില ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന റോളുകളല്ലാതെ തന്നെ നായകനായിട്ട് ഇപ്പോൾ പരിഗണിക്കുന്നു, തന്നെ സിനിമയിലെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിഗണിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഫേസ് താൻ ആസ്വദിക്കുന്നതൊക്കെ വിജയരാഘവൻ പറഞ്ഞിരുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോൾ ഈ സിനിമ പൂക്കാലം മാത്രമല്ല, അതിനുശേഷം വന്ന കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയും അങ്ങേയറ്റം ചർച്ച
ചെയ്യപ്പെട്ടതാണ്. ആ സിനിമ വീണ്ടും ഒരു വലിയ ചർച്ചാ വിഷയമായ ഒരു സിനിമ തന്നെയാണ് ഇപ്പോഴും ആയിക്കൊണ്ടിരിക്കുകയാണ് വിജയരാഘവൻ്റെ ആ സിനിമയിലെ പ്രകടനവും. എന്തായാലും പൂക്കാലം എന്ന സിനിമ ഒരു പക്ഷേ വിജയരാഘവൻ്റെ അങ്ങനത്തെ ഒരു ഫേസ് കരിയറിലെ ഒരു തുടക്കമായിരുന്നു. അതിന് വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയിലൂടെ തന്നെ മികച്ച സഹനടനായും അവാർഡ് ലഭിക്കുന്നു എന്നുള്ളതും കൂടി സൂചിപ്പിക്കേണ്ടതാണ് അഭിലാഷ്. അങ്ങനെ നീളുകയാണ് അവാർഡ് നിശ. എന്തായാലും 71ാമത് ദേശീയ പുരസ്കാരത്തിൽ സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്നത് എന്തായാലും മികച്ച നടൻ കാറ്റഗറിയിലാണ്. അത് വിക്രം മാസിക്ക് കിട്ടിയില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടല്ല, വിക്രം മാസി ഷെയർ ചെയ്യുകയാണ് അവാർഡ്. അതും ബോളിവുഡിൻ്റെ കിങ് ഖാൻ ഷാറൂഖ് ഖാനുമായിട്ടാണ് അവാർഡ് ഷെയർ ചെയ്യുന്നത്. ജവാൻ എന്ന ചിത്രത്തിലൂടെ പക്ക കമേഴ്ഷ്യൽ സിനിമയായിട്ട് വന്ന ആ സിനിമയ്ക്ക് മികച്ച നടനായിട്ട് ഷാറൂഖ് ഖാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് സത്യം പറയുകയാണെങ്കിൽ സർപ്രൈസിംഗ് കുറഞ്ഞത് വേറൊന്നും അതിൽ പറയാനില്ല. അതോടൊപ്പം തന്നെ മികച്ച നടിയായിട്ട് ആദ്യം മുതൽ തന്നെ കേട്ടിരുന്ന പേര് റാണി മുഖർജിയുടെ തന്നെയാണ്. മിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലൂടെ റാണി മുഖർജിക്ക് കിട്ടുന്നു. മികച്ച പോപ്പുലർ എന്റർടൈൻമെന്റ് സിനിമയായിട്ട് റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി. നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് അഭിലാഷ്. കഴിഞ്ഞ വർഷം മികച്ച നടനും നടിയുമായത് ഋഷഭ് ഷെട്ടിയും നിത്യ മേനോനുമാണ്. ആ സമയത്ത് ഇപ്പോൾ പാൻ ഇന്ത്യൻ ഒക്കെ രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും ഇപ്പോഴും ഒരു നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിസ്റ്റിങ്വിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ വർഷം അത് ബോളിവുഡിന്റെ പതനമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ബോളിവുഡ് സിനിമകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ ഉള്ളത്, അല്ലെങ്കിൽ മുൻനിരയിലുള്ള പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത് ബോളിവുഡ് ചിത്രങ്ങൾ. കാരണം മികച്ച സിനിമയായിട്ട് വരുന്നത് 12th ഫെയിലാണ്. മികച്ച നടനാകുന്നത് രണ്ടുപേരും ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഷാറൂഖ് ഖാനും വിക്രം മാസിയും. മികച്ച നടിയാകുന്നത് റാണി മുഖർജിയാണ്. അതോടൊപ്പം തന്നെ മികച്ച എന്റർടൈൻമെന്റ് സിനിമയാവുന്നത് റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനിയാണ്. ഇതെല്ലാം ഹിന്ദി സിനിമകളും ഹിന്ദി താരങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് അതും എടുത്തു പറയാനാണ്. മികച്ച സംവിധായകനാകുന്നത് സുദീപ്തോ സെന്നാണ്. അതും ഒരു ഹിന്ദി ചിത്രമാണ്. അങ്ങനെ ആ സിനിമയ്ക്ക് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിൻ്റെ കഥയല്ല എന്ന് വീണ്ടും ബാധിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. പക്ഷേ ആ സിനിമയ്ക്കാണ് മികച്ച സംവിധായകൻ എന്ന പട്ടത്തിൽ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ തമിഴ് ചിത്രമായ പാർക്കിങ്ങിന് 2 പുരസ്കാരങ്ങളുണ്ട് അഭിലാഷ്. അതും പറയേണ്ടതാണ്. മികച്ച തിരക്കഥയ്ക്കും അതോടൊപ്പം തന്നെ മികച്ച തമിഴ് ചിത്രം 3 അവാർഡുകളാണ്. മികച്ച തമിഴ് ചിത്രം അതോടൊപ്പം തന്നെ വിജയരാഘവൻ ഷെയർ ചെയ്യുന്ന മികച്ച സഹനടൻ എന്ന പുരസ്കാരവും പാർക്കിംഗ് എന്ന ചിത്രത്തിൽ പറയേണ്ടതാണ്. അതിൽ മുത്തുപേട്ടെ സോമു ഭാസ്കറിനാണ് മികച്ച സഹനടൻ എന്ന പുരസ്കാരം ലഭിക്കുക. അങ്ങനെ പാർക്കിംഗ് എന്ന ചിത്രത്തിന് 3 അവാർഡുകൾ, തമിഴ് ചിത്രത്തിന് 3 അവാർഡുകൾ ഉണ്ട്. ബേബി എന്ന ചിത്രത്തിന്, തെലുഗു ചിത്രത്തിന് 2 അവാർഡാണ്. മികച്ച സൗണ്ട് ഡിസൈനറാകുന്നത് സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനുമാണ്. അത് ആനിമൽ എന്ന ചിത്രത്തിനാണ്. സൗണ്ട് വിഭാഗത്തിൽ തന്നെ 2 അവാർഡുകളുണ്ട്. ഒന്ന് MR രാധാകൃഷ്ണനും മികച്ച റീ റെക്കോർഡ്സ്, മികച്ച സൗണ്ട് ഡിസൈൻ ആയിട്ട് വരുന്നത് ആണ്. ഏകദേശം 3.5 മണിക്കൂറുണ്ട് ആ സിനിമ. പക്ഷേ അത്രമേൽ 2023 നവംബർ 1 റിലീസ് ചെയ്ത ആ ചിത്രം ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. പക്ഷേ എന്തായാലും പോലും ഏറ്റവും എടുത്ത് സൂചിപ്പിക്കേണ്ടത് അഭിലാഷ്, നമുക്ക് 4 അവാർഡുകളാണ് ദേശീയ പുരസ്കാരത്തിൽ. യാതൊരുവിധ മാറ്റം കുറയാതെ മലയാള സിനിമ ഇൻഡസ്ട്രി മുന്നേറുകയാണ് എന്നുള്ളതിൻ്റെ വീണ്ടും ഒരു തെളിവ് കൂടിയാണ് ഇതും കൂടെ എന്ന് പറയേണ്ടി വരും. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. 4 പുരസ്കാരങ്ങൾ, അതും ടെക്നിക്കൽ വിഭാഗത്തിൽ നിന്ന് 2 മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ 2 അവാർഡുകൾ. അങ്ങനെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറും മികച്ച എഡിറ്ററും ഒക്കെ ബിഹൈൻഡ് ദ ക്യാമറയാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ മികച്ച സഹനടനും മികച്ച സഹനടിയും മലയാളികൾ നേടിയെടുക്കുന്നു എന്നുള്ളതും കൂടി അഭിമാനമാണ്. അതായത് ടെക്നിക്കൽ വിഭാഗത്തും അഭിനയ വിഭാഗത്തും ഒക്കെ തന്നെ ശക്തമായ എതിരാളികളായി മലയാളം സിനിമ ഇൻഡസ്ട്രി മാറുന്നു. അത് ഈ നമ്മൾ പ്രധാനപ്പെട്ട അഭിലാഷത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ 4 സിനിമകളും കമേഴ്ഷ്യൽ സിനിമകളാണെന്നുള്ളതാണ്. ഇത് ഈ ഫീച്ചർ ഫിലിം സിനിമകളായിട്ട് വരുമ്പോൾ പോലും ഈ 4 ചിത്രങ്ങളും തിയേറ്ററുകളിൽ പ്രേക്ഷകർ സ്വീകരിച്ച സിനിമകളാണ്. ഈ സിനിമകൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുമ്പോൾ പോലും ഈ 4 അവാർഡും വളരെ ഡിസേർവിംഗ് ആണ് എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാരൂഖ് ഖാൻ്റെ അവാർഡ് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നൊരു ചോദ്യമൊക്കെ വളരെ വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. മികച്ച തെലുഗു ചിത്രമായിട്ട് ഭഗവൻ കേസരി എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു ചോദ്യവും വളരെ പരക്കെ ഉയരുന്നുണ്ട്. അതും വാസ്തവമാണ്. പക്ഷേ അതോടൊപ്പം ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ടത് അഭിലാഷ്, പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമ, ആടുജീവിതം റിലീസ് ചെയ്തത് 2024 ആണെങ്കിലും അത് സെൻസർ ചെയ്തത് 2023 ആ ചിത്രത്തിന് ഒരു തരത്തിലും മുന്നോട്ട് വരാൻ പറ്റിയില്ല എന്നൊരു കാര്യം കൂടി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതും ആ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള കമൻറ്റുകളായിട്ട് വരുന്നുണ്ട്. എന്തായാലും കൂടുതലായി ഹിന്ദി സിനിമകൾക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ വർഷം അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ വർഷം മുന്നിട്ട് നിന്ന സിനിമകൾക്കൊക്കെ തന്നെ ഹിന്ദി സിനിമകളല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. വീണ്ടും ഹിന്ദി സിനിമകളിലേക്ക് വന്നപ്പോഴേക്കും നേരെ തിരിച്ചായി വിമർശനങ്ങൾ എന്നതും കൂടി സൂചിപ്പിക്കണം.
അതോടൊപ്പം തന്നെ ഒരു പ്രോപ്പഗാൻഡ ചിത്രമായ കേരള സ്റ്റോറിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്നുള്ള കമൻറ്റുകൾ വരുന്നു. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ വിമർശനങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ദ കേരള സ്റ്റോറി എന്ന സിനിമയിൽ സുദീപ് തോസ് എന്ന സംവിധായകൻ എന്തുകൊണ്ട് മികച്ച സംവിധായകൻ എന്ന അവാർഡ് കൊടുത്തു, പ്രോപ്പഗാൻഡ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ എന്ന തരത്തിലുള്ള കമൻറ്റുകൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏവരും വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യം അഭിലാഷ്, അർഹിച്ച കൈകളിലേക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് താരങ്ങൾക്ക് അർഹിച്ച കൈകളിലേക്ക് തന്നെ വരുന്നു. അതിൽ ഉർവശി നേടിയെടുക്കുന്ന അവാർഡിനെ കുറിച്ച് അതിൽ സത്യം പറഞ്ഞാൽ അതിൽ ആർക്കും വേറൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ലീലാമ്മ എന്ന കഥാപാത്രം അത്രമേൽ സങ്കീർണമായ കഥാപാത്രം, അത് ഉർവശി അല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് സിനിമ കണ്ട അന്ന് മുതൽ തന്നെ പ്രത്യേകിച്ച് സംവിധായകൻ കൃഷ്ണ ടോമി തന്നെ പറഞ്ഞത്, ഇത് ഉർവശി ഏറ്റെടുത്തില്ലെങ്കിൽ, ഈ ലീലാമ്മ എന്ന തൻ്റെ കഥാപാത്രം ഉർവശി ഏറ്റെടുത്തില്ലെങ്കിൽ താൻ ഈ സിനിമ തന്നെ ചെയ്യുന്നില്ല. കാരണം ഇത് ചെയ്യാൻ മറ്റൊരു താരത്തെ തനിക്ക് കിട്ടില്ല. അത് മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ തനിക്ക് മറ്റൊരു താരത്തെ കിട്ടില്ല എന്നത് സംവിധായകൻ ക്രിസ്റ്റോ ടോമി അന്ന് പറഞ്ഞ വാക്കുകളാണ്. അത് തീർത്തും അർത്ഥവത്താകുന്ന രീതിയിൽ തന്നെ ഉർവശി സ്ക്രീനിലും ഡെലിവർ ചെയ്യുന്നു. അത് കൃത്യമായി തന്നെ പ്രേക്ഷകരും സ്വീകരിക്കുന്നു. അത് ജൂറിയും കാണുന്നു, ജൂറിയും അംഗീകരിക്കുന്നു എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ്. അതൊരു വലിയ നേട്ടമാണ്. കാരണം ഉർവശിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അഭിനയിക്കുമോ ഇല്ലയോ എന്നതുപോലും ഒരു ഘട്ടത്തിൽ തോന്നിപ്പിച്ചെടുത്ത് നിന്നുകൊണ്ടാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് മലയാളത്തിലേക്ക് ഉർവശി എത്തുന്നത്, ഉർവശി വരുന്നത്. അവിടെ നിന്നുകൊണ്ട് ഒരു അവാർഡ് നേട്ടം ഉർവശി സ്വന്തമാക്കുകയും ചെയ്യുന്നത്. അർഹമായ കൈകളിലേക്ക് തന്നെ അതെത്തുമ്പോഴേക്കും യാതൊരുവിധ സംശയവും അക്കാര്യത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെയാണ് വിജയരാഘവൻ്റെ നേട്ടം, അതോടൊപ്പം തന്നെയാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് മോഹൻദാസ് അവാർഡ് നേട്ടവും സ്വന്തമാക്കുമ്പോഴേക്കും പ്രേക്ഷകർക്ക് പറയാനുള്ളത്, മിഥുൻ മുരളിക്കും അർഹിച്ച കൈകളിലേക്ക് തന്നെ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ വർക്കിന് സ്വീകരിക്കുന്നു എന്നുള്ളതിലും വലിയ നേട്ടം സ്വന്തമാക്കുന്നുണ്ട്. എന്തായാലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അഭിലാഷ്, നമുക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു നേട്ടം എന്നതിലുപരി സൗത്ത് ഇന്ത്യൻ സിനിമകളും ഇത്തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ 71ാമത് ദേശീയ പുരസ്കാരത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം മികച്ച സിനിമയെ ആനിമേഷൻ വിഭാഗത്തിൽ ഹനുമാൻ എന്ന ചിത്രമാണ് വരുന്നത്. പ്രശാന്ത് വർമ്മയാണ് ആ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ പാർക്കിംഗ് എന്ന തമിഴ് ചിത്രത്തിനും ഏകദേശം 3 അവാർഡുകളോളം ലഭിക്കുകയും ചെയ്തു. മികച്ച അതോടൊപ്പം സൂചിപ്പിക്കേണ്ടത് മികച്ച മ്യൂസിക് ഡയറക്ടറായിട്ട്, കാരണം അതിനകത്ത് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതിനകത്ത് നേടിയെടുക്കുന്നത് തമിഴ് ചിത്രമാണ്, അത് വാത്തിയാണ്. ജി വി പ്രകാശ് കുമാറാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. ധനുഷാണ് പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തത്. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മലയാള സിനിമ മികച്ച നേട്ടം കൈവരിക്കുകയാണ്. മികച്ച സഹനടി, സഹനടൻ, അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ, എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങളാണ് മലയാളത്തെ തേടി എത്തിയത്.